ഹലോ ഹായ് നമസ്കാരം, ഞാൻ രാജീവ്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ലിഥിയം ബാറ്ററികൾ ഇപ്പോൾ വളരെയധികം മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെർട്ടറുകൾക്ക് സൂട്ടബിളാണോ, ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസവും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ എടുക്കുകയാണ്. ആദ്യമായിട്ട് ലിഥിയം ബാറ്ററി നമ്മൾ കണ്ടിട്ടുള്ളത് ഫസ്റ്റൊക്കെ നമ്മൾ ഈ മൊബൈലുകളിലാണ് ഏറ്റവും കൂടുതൽ യൂസ് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ബൈക്കുകളിലും കാറുകളിലും നല്ല രീതിയിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. കംപ്ലയിൻസ് പോകുന്നു. ആദ്യമൊക്കെ കുറച്ച് കാലം കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്തത് നല്ല രീതിയിൽ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാറും ബൈക്കൊക്കെ ഫുള്ള് ഇലക്ട്രിക് ആവും. അപ്പോൾ ഇപ്പോൾ ഇൻവെർട്ടറുകൾക്ക് അപ്ലൈബിളായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ലിഥിയം ബാറ്ററികൾ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഇൻവെർട്ടറുകൾക്കും ഈ ലിഥിയം ബാറ്ററി വെക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററി കംപ്ലയിൻ്റ് ആയി എന്നാൽ ലിഥിയം ബാറ്ററി കൊണ്ട് വയ്ക്കാൻ പറഞ്ഞാൽ അതിൽ വെക്കാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സൈഡ് ആകുമ്പോൾ അതുപോലത്തെ നെഗറ്റീവ് ഇൻവെർട്ടറുകളാണെന്നുണ്ടെങ്കിൽ ആ ഇൻവെർട്ടറിൽ നമുക്ക് ലിഥിയം ബാറ്ററി വെക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. കാരണം അതിൻ്റെ ചാർജിങ് സർക്യൂട്ടും കാര്യങ്ങളും ഡിഫറൻസാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓൺലൈനിൽ എങ്ങാനും ഒരു കാരണം വെച്ചാലും ഈ ബാറ്ററി വാങ്ങി വെക്കരുത്. നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടില്ല. അതിൻ്റെ കംപ്ലയിൻസുകൾ കൂടുതലായിരിക്കും. ലിഥിയം ബാറ്ററി ഇപ്പോൾ കൂടുതലായിട്ട് കമ്പനികൾ ഇറക്കിയിട്ടുള്ളത് അവരൊരു പാക്കായിട്ട് ഇൻവെർട്ടർ പാക്ക് അതിലൂടെ ബാറ്ററി ആയിട്ടുള്ള സെറ്റപ്പാണ്. അതിലാദ്യം വന്നിട്ട് ഹൈക്കൺ വന്നിട്ടുണ്ട്. അതുപോലെ UTL, ലക്നൗ വന്നിട്ട് കമ്പനികൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഹൈക്കൺ നമ്മൾ വെച്ച് പറഞ്ഞത് അപ്ലൈബിളാണ്. കാരണം 100 AH ബാറ്ററി വെച്ചാൽ നമ്മൾ കൂടുതലും 50-100 വെച്ച് ചെയ്തിട്ടുള്ളൂ. കാരണം വെയിറ്റ് കുറയ്ക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് അത് ഇപ്പോൾ മാർക്കറ്റിൽ അവിടെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഇൻവെർട്ടർ നിങ്ങൾ മേടിച്ച് വയ്ക്കുന്നത് ലിഥിയം ബാറ്ററി മേടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതോടുകൂടി ഇൻവെർട്ടർ കൂടി മാറ്റണം. സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ചില കമ്പനികൾ ഇൻവെർട്ടറിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് അതിന് ശേഷം മാത്രമേ ബാറ്ററി വയ്ക്കാൻ പറ്റൂ. അതാദ്യം ശ്രദ്ധിക്കാം. പിന്നെയുള്ളത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50-60 കിലോ വരും. ഇത് ഏകദേശം എല്ലാം പാക്കടക്കം വരുന്നതാകെ 20 കിലോ കൊണ്ട് ഉള്ളൂ ഇൻവെർട്ടർ ബാറ്ററി കൂടി. അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ സൂട്ടബിളാണ്, വെക്കാൻ വളരെ എളുപ്പമാണ്. സ്ഥലം നമുക്ക് സൗകര്യം ഇല്ല. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയ കാര്യം അതിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നില്ല. ലെഡ് ആസിഡ് ബാറ്ററി പോലെ വാട്ടറൊന്നുമില്ല. മെയിൻ്റനൻസ് ഫ്രീ ആണ്. 5 വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത്. 10-12 വർഷമാണ് ലൈഫ് വാറണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് ലാഭമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ലെഡ് ആസിഡ് ഈ ലിഥിയം ബാറ്ററിയിൽ വരുന്ന ഒരു സർക്യൂട്ട് നമ്മൾ പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു ഇത് കുറേ സ്ഥലത്ത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഒരു പ്രശ്നമില്ല. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളൊരു സർക്യൂട്ട് BMS സർക്യൂട്ട് എന്ന് പറയും, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിനെ കൺട്രോൾ ചെയ്യാണ്ട് ഒരു സർക്യൂട്ട് ഓൾറെഡി അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കൊണ്ട് ബാറ്ററിയുടെ ചാർജിങ് വോൾട്ടേജ് കൂടുതൽ വരുന്ന കുറവ്, കട്ട് ഓഫോ എല്ലാ കാര്യങ്ങളും അത് കൺട്രോൾ ചെയ്യും. ഈ ബൈക്കൊക്കെ പൊട്ടിത്തെറിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സർക്യൂട്ടിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതിന് ഡ്രൈ സോൾഡറൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെയാണ് ഈ ബാറ്ററി പൊട്ടിത്തെറിച്ചത്. അല്ലാണ്ട് കംപ്ലയിൻ്റ് ആയിട്ട് പൊട്ടിത്തെറിച്ചതെന്നല്ല. ഓവറായിട്ട് ചാർജ് വന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ള കേസാണ്. അതുപോലെ ഇത് പൊട്ടിത്തെറി പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ശ്രദ്ധിക്കുക, ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നുള്ളൂ. അതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത്രയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളും കാര്യങ്ങളും പറയാനുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബാറ്ററിയുടെ എന്തെങ്കിലും ആവശ്യങ്ങളിലൊക്കെ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിച്ച നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ അതിന് ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇനിയുള്ള കാലഘട്ടം എന്തായാലും മാറുന്നതനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കാം. ലിഥിയം ബാറ്ററികൾ വളരെ യൂസ്ഫുള്ളായിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുന്നിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.